നമസ്കാരം, എല്ലാവർക്കും രശ്മി സൈലൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ കായ വറുത്തത് അഥവാ ഏത്തക്ക ഉപ്പേരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കായ വറുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ല മൂത്ത നേന്ത്രക്കായ നോക്കിയിട്ട് വേണം എടുക്കാൻ. അതിൻ്റെ ഉൾഭാഗം ചെറിയൊരു പിങ്ക് കളറായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ മൂക്കാത്ത കായ്ക്കാണെങ്കിൽ അതിൻ്റെ ഉൾഭാഗം നല്ല വെള്ള കളറായിട്ടായിരിക്കും ഉണ്ടാവുക. ഞാനിവിടെ ചിപ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 4 വലിയ കായ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം അതിൻ്റെ 2 ഭാഗം ഒന്ന് മുറിച്ച് കളയാം. എന്നിട്ട് ഇതേപോലെ മുകൾ ഭാഗം തൊട്ട് താഴ്ഭാഗം വരെ അതിൻ്റെ തോല് മാത്രം മുറിയുന്ന രീതിയിലൊന്ന് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ തോല് മാത്രം ഒന്ന് കൈ കൊണ്ട് ഇളക്കി മാറ്റി കളയുക. കായ വറുത്തത് നമുക്ക് എളുപ്പത്തിൽ തന്നെ 3 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ആ 3 രീതി ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണേ. ചിപ്സ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം തളിക്കാനുള്ള ഉപ്പുവെള്ളം ഒന്ന് ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. ഒരു ബൗളിലേക്ക് 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പൊന്ന് കലക്കി വെക്കുക. ഇനി നമുക്ക് കായ വറുക്കാനായിട്ടുള്ള എണ്ണയൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിപ്സ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ വേണം. എന്നാലാണ് എണ്ണ അധികം കുടിക്കാതെ നമുക്ക് നല്ല ചിപ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഫ്ലെയിം എപ്പോഴും നല്ല ഹൈയിൽ തന്നെ വെക്കുക. എണ്ണയുടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സ്ലൈസർ വെച്ചിട്ട് നേരിട്ട് തന്നെ നമുക്ക് ചൂടുള്ള എണ്ണയിലേക്ക് കായ അരിഞ്ഞരിഞ്ഞിട്ട് കൊടുക്കാം. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. പേടിക്കേണ്ട ഒരാവശ്യമില്ല, കയ്യിലേക്ക് എണ്ണ തെറിക്കൊന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇതേപോലെ അരിഞ്ഞരിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കായ അരിഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ എണ്ണ ഇതേപോലെ നന്നായിട്ട് പതഞ്ഞു പോകും. കായ അരിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മളിത് ഇളക്കേണ്ട ആവശ്യമില്ല. പതയൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു അരിപ്പത്തവി വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഇതേപോലെ പതയൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നില്ലേ? ഈ ഒരു സമയത്ത് നമുക്ക് ചിപ്സ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കോരിയിട്ടൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കരിയാനായിട്ട് കാത്തു വെക്കണ്ട. ഇതേപോലെ പതയൊന്ന് ഒതുങ്ങി കഴിയുമ്പോൾ കോരിയിട്ടുണ്ടെങ്കിൽ ചിപ്സ് നല്ല പാകത്തിനായിട്ടുണ്ടാകും. ഇനി ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ഉപ്പുവെള്ളമില്ലേ, അതങ്ങ് കൈകൊണ്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടിക്കോളും. ഇനി ഇതെവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത കായ എടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ തോല് മാത്രം ഒന്ന് മുറിയുന്ന വിധത്തിലൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലി ഒന്ന് ഇളക്കി മാറ്റി കൊടുക്കുക. സ്ലൈസർ വെച്ചിട്ട് എണ്ണയിലേക്ക് നേരിട്ട് ഇടാനായിട്ട് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി. നമ്മൾ സ്ലൈസർ വെച്ചിട്ട് തന്നെ ഇതുപോലെ പ്ലേറ്റിലേക്ക് ഒന്ന് അരിഞ്ഞിടുകയാണ്. എന്നിട്ട് പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്. ഒരു കായ അരിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം മാത്രം അടുത്ത കായ നമ്മൾ അരിഞ്ഞു വെച്ചാൽ മതി. എല്ലാം ഒരുമിച്ച് അരിഞ്ഞു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ കായയും ഒരുമിച്ച് പൊളിച്ച് വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ കായേൻ്റെ നിറം കൂടുതൽ നേരം പുറത്ത് വെക്കുമ്പോൾ മാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന കായെല്ലാം കുറച്ച് മഞ്ഞളെടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളത്തിൽ മുക്കി വെക്കണം. എന്നിട്ട് ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വെള്ളം ഒന്ന് നല്ലൊരു തുണിയും കൊണ്ട് തുടച്ച് കളഞ്ഞിട്ട് മാത്രം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. സ്ലൈസർ വെച്ചിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന കായാണ് ഇപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ പ്ലേറ്റിൽ നിന്ന് എല്ലാം കൂടി ഒരുമിച്ച് എടുത്തിടുന്ന സമയത്ത് 2-3 ഒക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം നമ്മൾ നേരിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കൂല. ഇപ്പോൾ എണ്ണയുടെ പതയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പതുക്കെ ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ എണ്ണ പതയുന്നത് മുഴുവനായിട്ട് നിൽക്കും. ആ സമയത്ത് നമുക്ക് ചിപ്സ് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ കോരിയെടുത്തില്ലേ, അതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചൂട് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഉപ്പുവെള്ളം ഒന്ന് കൈകൊണ്ട് ഇളക്കിയിട്ട് 1-2 തവണ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് ചൂടോടുകൂടി തന്നെ എല്ലാ ഭാഗത്തേക്കും ഉപ്പാവുന്ന വിധത്തിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഇളക്കി മറിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 2 കായ നമ്മൾ 2 രീതിയിൽ ചിപ്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പ്ലേറ്റിലേക്ക് കനം കുറച്ച് അരിഞ്ഞിടുക. എന്നിട്ട് ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. കൈ കൊണ്ട് ഇതേപോലെ അരിയാൻ പറ്റുന്നില്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടും നൈസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. സ്ലൈസർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ പറയുന്നത്. എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. നമ്മുടെ കയ്യിൽ കറയാവുകയാണെങ്കിൽ കയ്യിലും അതേപോലെ തന്നെ കത്തിയിലും ഒന്ന് കുറച്ച് എണ്ണയൊന്ന് പുരട്ടിയിട്ട് നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുത്താൽ മതി. ഇതും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇത്ര എണ്ണ കൊണ്ട് നമുക്ക് ഒരുപാട് ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ കായ്ക്കുള്ള ചിപ്സ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. ഇതിലേക്കുള്ള ഉപ്പ് നമ്മൾ ചിപ്സ് കോരിയെടുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവുന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എണ്ണയിലേക്ക് തന്നെ ഇതേപോലെ ഒന്ന് ഉടഞ്ഞു കൊടുത്താലും മതി. അപ്പോഴും നന്നായിട്ട് തന്നെ ചിപ്സിന് ഉപ്പ് പിടിക്കും. അതുപോലെ തന്നെ ഈ വെള്ളത്തിന്റെ ആവി ഉണ്ടല്ലോ, ആ ആവിയും കൊണ്ട് ചിപ്സ് ഒന്നും കൂടി ഒന്ന് നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് നല്ലൊരു രീതിയാണ്. പക്ഷേ എണ്ണയിലേക്ക് വെള്ളം തളിക്കുന്ന സമയത്ത് പുറത്തേക്കൊക്കെ എണ്ണയൊന്ന് ചെറുതായിട്ട് തെറിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് ആ വെള്ളം പൊട്ടുന്നതങ്ങ് നിന്ന് കഴിയുമ്പോൾ നമുക്ക് ചിപ്സ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ചിപ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എണ്ണയിലേക്ക് തന്നെ നേരിട്ട് സ്ലൈസർ വെച്ചിട്ട് കായ അരിഞ്ഞിടുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള രീതി ഏതാണ് അത് നോക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് താഴെ എഴുതണേ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.